ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിശുദിനാശംസകൾ. അപ്പോൾ എന്താ പറയാനുള്ളത്? അതെ, ഇന്നിപ്പോ വിഷുവാണ്. എല്ലാരും വിഷു ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ടൈമാണ്. ഞങ്ങളും ചെറുതായിട്ട് ആഘോഷിക്കുന്നുണ്ട്. വലിയ പരിപാടിയൊന്നുമില്ല, ചെറിയൊരു പരിപാടി എന്ന് പറയാനൊന്നുമില്ല. നോർമലി നടക്കുന്ന പോലെ തന്നെ. പിന്നെ എനിക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നിക്കും. കാരണം ഇടുക്കിയിൽ ഇങ്ങനെ ഇവിടെ ഫുള്ള് പടക്കം പൊട്ടിക്കുക അങ്ങനത്തെ ഫുള്ള് പരിപാടികളാണ്. അവിടേക്കെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അതിനിപ്പം ഇടുക്കി ഫുള്ളായിട്ടാണോ അല്ല ഞാൻ പറയുന്നത്. ഞങ്ങളുടെ ആ ഒരു ഏരിയയിലൊന്നും അങ്ങനെ എന്താ പറയുക പടക്കം പൊട്ടിക്കും, പക്ഷെ ഇത്രയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ഇപ്പം എന്താ ഒരു 4 ദിവസം മുമ്പ് തുടങ്ങിയത് എല്ലാ ആൾക്കാരും ഇങ്ങനെ പടക്കം പൊട്ടിക്കുന്നു. ഇവിടെ ആണെങ്കിൽ നമ്മൾ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ പടക്കം പൊട്ടിച്ചു. പിന്നെ രാവിലെ നമ്മളൊരു 4 മണിയൊക്കെ ആകുമ്പോൾ എണീറ്റ് വിഷുക്കണി കണ്ടിട്ട് അതിനുശേഷം പടക്കം പൊട്ടിക്കും. ആ കണി കണ്ടതിന് ശേഷം പടക്കം പൊട്ടിക്കുന്ന ഇവിടെ ഇതാണ്. അതൊന്നും അവിടെ ഇടുക്കിയിൽ ഞങ്ങളുടെ ആ ഒരു ഏരിയയിലേക്ക് ഇല്ല കേട്ടോ. വേറെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ അതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് എനിക്കപ്പോൾ ഒരു പുതുതായിട്ടുള്ളൊരു ഇതായിരുന്നു. ഇങ്ങനെ എന്താ പറയുക, രാവിലെ 4:30 ആകുമ്പോൾ എണീറ്റിട്ട് ഫുള്ള് പടക്കം പൊട്ടിക്കും. ഞാൻ നോക്കുമ്പോൾ രാവിലെ മമ്മി കണി കാണാനായിട്ട് വിളിച്ചു. ഞങ്ങളവിടെ ഇറങ്ങി ചെന്നു. അത് ഇവിടുന്ന് നമ്മൾ മുകളിലായതുകൊണ്ട് ശ്രീനാഥ് ഇങ്ങനെ കണ്ണ് പൊത്തി വെക്കുക. എന്നിട്ട് ലെഫ്റ്റ് നടക്കുക റൈറ്റ് നടക്കുന്ന പറയുമ്പോൾ ഞാൻ ഓർത്ത് ശ്രീനാഥ് കണ്ണ് തുറന്നിരിക്കുകയാണത്. പക്ഷെ ശ്രീനാഥും കണ്ണടച്ചിട്ട് ഇങ്ങനെ അറിയാമല്ലോ നമുക്ക് എങ്ങനെ പോകുന്നതെന്നുള്ളത്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ കണി കണ്ടിട്ട് ഇങ്ങനെ ഡോറ് തുറന്നപ്പോൾ ഭയങ്കര അല്ലേ തന്നെ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ വീട്ടിലും അപ്പുറത്തെ വീട്ടിലും എല്ലാം ഫുള്ള് ഭയങ്കര ആഘോഷമായിരുന്നു. പടക്കം അത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇപ്പം ബാക്കി ഇടുക്കിയിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ ഇതേപോലെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞങ്ങളുടെ അവിടേക്ക് ഇല്ല അത്. ഇവിടെ എല്ലായിടത്തും ഉണ്ട്, ഇവിടെ അതുണ്ട്. ഞാൻ എൻ്റെ കസിൻ ചേച്ചിയുടെ അടുത്ത് ഇന്നലെ ഇങ്ങനെ കോൾ ചെയ്ത് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി ഇവിടെയൊക്കെ പടക്കം വാങ്ങുന്ന പൈസ കേൾക്കുമ്പോൾ നമ്മൾ തന്നെ ഞെട്ടിപ്പോവും. നമ്മളൊക്കെ ദീപാവലിക്ക് പോലും എന്താ പറയാ മാക്സിമം 10-250 രൂപയുടെ ദീപാവലിക്ക് നമ്മൾ അവിടെ എല്ലാം പൂത്തിരി കത്തിക്കും. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇതായിരിക്കുമല്ലോ. അപ്പം അതിന് തന്നെ 10 മാക്സിമം ഒരു 500 രൂപ തന്നെ വാങ്ങില്ല, അങ്ങനെയായിരിക്കും. ഇവിടെയൊക്കെ 10,000, 5,000, 10,000 രൂപയ്ക്കൊക്കെയാണ് ആൾക്കാർ ഇങ്ങനെ പടക്കമൊക്കെ വാങ്ങുന്നത്. അങ്ങനെ അപ്പം ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇനി ഞാൻ ഇന്നലെ ഷൂട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഇന്ന് രാവിലെ പടക്കം പൊട്ടിച്ചതിൻ്റെ ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷുദിനാശംസകൾ. ഇത് വിഷുവിൻ്റെ തലേ ദിവസമാണ് കേട്ടോ. അപ്പം ഇവിടെയൊക്കെ വൈകിട്ട് ഇലയട ഉണ്ടാക്കും. ഞങ്ങൾ പടക്കമൊക്കെ പൊട്ടിച്ചിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മമ്മിയുടെ ഇലയടയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുമായിരുന്നു. ഇവിടേക്കൊക്കെ വിഷുവിൻ്റെ തലേ ദിവസം അട ഇങ്ങനെ ഉണ്ടാക്കും. ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ വിഷുക്കണി. ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല, മമ്മിയാണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചത്. രാവിലെ എണീറ്റ് വരുമ്പോഴാണ് ഞങ്ങൾ കാണുന്നത്. ഇത് രാവിലെ 4:30 കേട്ടോ ഗൈസ്. ഇതാ ഇപ്പോൾ കണ്ടോണം, അവിടെ പുറത്തൊക്കെ ഫുള്ള് പരിപാടിയാണ്. പിന്നെ രാവിലെ തന്നെ നമ്മൾ തറവാട്ടിൽ ചെന്നിട്ട് ഹരിക്കുട്ടനെ വിളിച്ചിട്ട് വന്നു. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഫുള്ള് പടക്കം പൊട്ടിക്കൽ പരിപാടികളായിരുന്നു. ഹാപ്പി വിഷു പറഞ്ഞു. ഹാപ്പി വിഷു. രാവിലെ 4:30. ഇവിടെ എല്ലാവരും എന്താ പടക്കം പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തെ വീട്ടിലും എല്ലാം ഞങ്ങളും പടക്കം പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കറക്റ്റായിട്ട് കറങ്ങി കേട്ടോ. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. ഞങ്ങൾ അതിൻ്റെ ഫോട്ടോസാട്ടോ ഇത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ ഇതിൽ. മമ്മി ഇവിടെ എനിക്ക് വേണ്ടി പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ പാൽപ്പായസം കുടിക്കില്ല, അതുകൊണ്ട് ശർക്കര ഇട്ടിട്ട് പായസം ഉണ്ടാക്കുകയാണ്. ഇത് തേങ്ങാപ്പാലോട്ടോ ഒഴിക്കുന്നത്. പിന്നെ ഞാൻ കുക്കിംഗ് വീഡിയോസ് ഒന്നും എടുത്തില്ല, കാരണം ഒരു കുക്കിംഗ് വ്ളോഗായി പോയാലോന്ന് വിചാരിച്ചിട്ട് ഞാൻ കുക്കിംഗ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇതായിരുന്നു കേട്ടോ നമ്മുടെ വിഷുവിൻ്റെ സദ്യ. പപ്പടം, സാമ്പാർ, മാമ്പഴ പുളിശ്ശേരി, ഉപ്പേരി, അച്ചാർ, കൂട്ടുകറി, കിച്ചടി, അവിയൽ, പിന്നെ സേമിയ പായസം, പരിപ്പ് പായസം.
പിന്നെ നമ്മുടെ ചോറും. മമ്മി വിളക്കത്ത് വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. വിളക്കത്ത് വെച്ചതിന് ശേഷമായിരിക്കും നമ്മൾ കഴിക്കുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഇട്ട് എല്ലാവർക്കും ചോറൊക്കെ വിളമ്പി എല്ലാവരെയും ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്ന ഒരു രംഗം കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ. അതിനിടയ്ക്ക് ഹരിക്കുട്ടൻ എന്തൊക്കെയോ പപ്പ എടുത്ത് പറയുന്നുണ്ട്. പപ്പ കണ്ടിട്ടുണ്ടായിരുന്നില്ല വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് എന്തൊക്കെയോ ഹരിക്കുട്ടൻ പപ്പ ഇങ്ങനെ ചിരിക്കുന്നൊക്കെ പറഞ്ഞ് എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് ഒന്നും എടുത്തില്ല, കാരണം സദ്യ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ക്ഷീണമായിപ്പോയി. പിന്നെ പടക്കം പൊട്ടിക്കുന്ന വീഡിയോ ആണ് എടുത്തിരിക്കുന്നത്. എക്സൈറ്റഡ് ആണോ ഹരിക്കുട്ടൻ സ്കൈ ഷോട്ട് കാണാൻ? സ്കൈ ഷോട്ട് കാണാൻ ഭാഗത്തൊരു തീരുവോ സീനാവും. ഇതൊക്കെ ആർക്ക് പൊട്ടിക്കാൻ പറ്റുമാതിരി. ഗായ്സ് ഇവിടെ എല്ലായിടത്തും ഫുള്ള് പടക്കം പൊട്ടിക്കുന്ന സൗണ്ട് കേട്ടോ. ഇതൊന്ന് വെക്കോ അത് ഒന്ന് അങ്ങോട്ട് ഓടണ്ടേ, അവിടെ പടക്കം ഇരിക്കുന്നുണ്ടേ. നിന്റെ പിന്നിലെ പടക്കം. ഗായ്സ് പുകഞ്ഞ് ഒന്നും കാണുന്നില്ലത്. അടുത്തെന്താ? സ്കൈ ഷോട്ട് ഗായ്സ് ഇപ്പൊ കാണാം. അവിടെ വെക്ക്. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് ഓടുന്നു. കിട്ടുന്നില്ല വീഡിയോയില്. ഗായ്സ് അപ്പോൾ ഞങ്ങള് പടക്കെല്ലാം പൊട്ടിച്ചു കഴിഞ്ഞു. അതെ, ഇപ്പോഴും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. എല്ലാരും അടിച്ചു പൊളിക്കാണ്. പിന്നല്ല ഹരികുട്ടൻ എന്താ പറയാനുള്ളേ? പടക്കം പൊട്ടിച്ചു കഴിഞ്ഞു. നമുക്ക് കടന്നുറങ്ങും സദ്യ. അപ്പൊ എന്താ ഈ വിഷു ഇവിടെ കഴിഞ്ഞു. അടുത്ത വിഷു ഇതിൽ അടിപൊളിയായിട്ട് പവർഫുൾ ആവട്ടെ. അതെ, എല്ലാരും പടക്കം പൊടിച്ച് വിയർത്ത് കുളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അതെ, ഉറപ്പായിട്ട് ചെയ്യണം.